ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഫാമിലെ കോഴികൾക്ക് സെക്കൻഡ് വാക്സിൻ കൊടുക്കുന്ന ദിവസമാണ്. അതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. 12ാമത്തെ ദിവസമാണ് ഇന്ന്. ആദ്യത്തെ വാക്സിൻ 4 മുതൽ 7 ദിവസത്തിനകത്ത് ഏതെങ്കിലും ഒരു ദിവസം കൊടുക്കും. അത് കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞാണ് ഞാൻ സെക്കൻഡ് വാക്സിൻ കൊടുക്കുന്നത്. ഇതാണ് ഞാൻ കൊടുക്കുന്ന വാക്സിൻ, പ്രതിരോധ വാക്സിനാണ്. ഇത് നമ്മൾ മിക്സ് ചെയ്ത് ഐസ് കട്ടയ്ക്കകത്ത് നമ്മളിതിങ്ങനെ ഇട്ടിരിക്കും. ഫാമിലേക്ക് ഇങ്ങനെയാണ് കൊണ്ടുവരുന്നത്. ഇതിൻ്റെ ടെമ്പറേച്ചർ മാറാൻ പാടില്ല. ഇതിനെ നമ്മൾ ബോട്ടിൽ മാറ്റി മാറ്റി വേണം യൂസ് ചെയ്യാൻ. കയ്യിൽ ഒരുപാട് സമയം ഇരിക്കുമ്പോൾ ടെമ്പറേച്ചർ മാറും. കുറച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തതിന് ശേഷം ഇത് മാറ്റി മാറ്റി നമ്മൾ ആണ് കൊടുക്കുന്നത്. ഇങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത്. ഞാൻ കണ്ണിലാണ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ കൊടുക്കുന്നത്. ഒരു തുള്ളി വാക്സിൻ ഒരു കണ്ണിലായിട്ടാണ് കൊടുക്കുന്നത്. എൻ്റെ മക്കളാണ് കോഴിയെ പിടിച്ച് തരുന്നത്. ഫാമിലി ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സെക്കൻഡ് വാക്സിൻ കൊടുക്കുക എന്നുള്ളതാണ്. പല ഫാമുകാരും ഇത് അല്ലാതെ കുടിക്കുന്ന ഡ്രിങ്കർ വഴി കൊടുക്കുന്നവരുണ്ട്. നമുക്ക് അങ്ങനെ വലിയ ഫാം അല്ലാത്തത് കൊണ്ട് നേരിട്ടാണ് കൊടുക്കുന്നത്. 12ാമത്തെ ദിവസമാണ്. ആദ്യത്തെ വാക്സിൻ കൊടുക്കാൻ പെട്ടെന്ന് പറ്റും. കാരണം 5 ദിവസമാകുമ്പോൾ നമ്മുടെ കൈക്കകത്ത് കോഴിക്കുഞ്ഞ് നിൽക്കും. 12 ദിവസമാകുമ്പോൾ കോഴിക്കുഞ്ഞ് പിടിക്കാൻ പാടാണ്. അതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ട്, ഇത്തിരി സമയമെടുത്ത് മാത്രമേ നമുക്ക് സെക്കൻഡ് വാക്സിൻ കൊടുത്ത് തീർക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ പുതിയ ലിറ്റർ ഇടുകയാണ്. തടിമില്ലിൽ നിന്ന് കിട്ടുന്ന അറക്കപ്പൊടിയാണ് ഞാൻ ലിറ്ററായിട്ട് ഉപയോഗിക്കുന്നത്. എത്രയും സൂക്ഷിച്ച് മാത്രമേ നമുക്ക് ഈ പൊടി ഇടാൻ പറ്റുള്ളൂ. കാരണം നമ്മളെ കുഞ്ഞിൻ്റെ കണ്ണുകളിൽ ഈ പൊടി വീണ അതിൻ്റെ കണ്ണിന് കേടുബാധിക്കും. അതുകൊണ്ട് ഞാൻ പതുക്കെ കോഴിക്കുഞ്ഞിനെ മാറ്റി മാറ്റിയാണ് ഈ പൊടി ഇടുന്നത്. ഒരിക്കലും ഈ ലിറ്റർ കട്ടയാവാൻ പാടില്ല. നമ്മൾ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കണം. അത് അതിൻ്റെ വളർച്ചയെ അത് ബാധിക്കും. കട്ടയായി പോയാൽ അതിൻ്റെ കാല് തളർന്നു പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇന്നത്തെ ഫാമിലെ പണിയൊക്കെ ഏകദേശം ഒതുങ്ങിക്കഴിഞ്ഞു. തീറ്റയൊക്കെ ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫാമിലെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.